ടോസ്റ്റ് മാസ്റ്ററുകളെ എല്ലാവർക്കും ഒരു നല്ല വൈകുന്നേരം ആശംസിക്കുന്നു. അതിഥികളെ സത്യത്തിൽ കഴിഞ്ഞ തവണ വന്ന അതിഥികൾ അവരെയൊക്കെ പരിചയപ്പെടുത്തി. എങ്കിലും ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൂടി ഇന്ന് ചോദിക്കാൻ പോകാം. ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? കഴിഞ്ഞാൽ എനിക്കൊന്ന് വരാത്തവരോട് ഒന്ന് മനസ്സിലാക്കട്ടെ. ആരെയാണ് ഇന്നത്തെ ഐസ് ബ്രേക്കർ ചെയ്യുന്ന ജാഫർ ഖാൻ? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, രണ്ടുപേരും ഐസ് ബ്രേക്കർ ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ. എന്റെ പേര് ജാഫർ, ഞാൻ സ്ഥലം താനൂരാണ്. ആരാണ് ക്ഷണിച്ച് കൊണ്ടുവന്നത്? ക്ഷണിച്ചത് മിസ്റ്റർ കോയ സാഹിബാണ്. കോയ സാഹിബ് നമുക്ക് പ്രത്യേകമായ ഒരു ആശംസ. ഒരു വാക്കിൽ. എന്റെ പേര് ഷഫീഖ്. വെൽക്കം. ഞാനും താമരനാണ് സ്ഥലം. ഓക്കെ. എന്നെ ക്ഷണിച്ചത് മജീബ് ഭായി. എന്റെ പേര് കിഞ്ചു. വെൽക്കം. രഞ്ജിത്തിന്റെ വൈഫാണ്. ഓക്കെ, താങ്ക് യു. സാധാരണ ഒരു മീറ്റിംഗ് വന്നാൽ ക്ഷമിക്കുക, പറയും. താങ്ക് യു വെരി മച്ച്. ഇത് തുടക്കത്തിലേ പറയാൻ കാര്യം, നമ്മൾ ഗസ്റ്റുകൾ ധാരാളമായി കൊണ്ടുവരണം. ഗസ്റ്റുകൾ ഇല്ലാതെ എന്നാൽ മീറ്റിംഗ് സത്യം പറഞ്ഞ വളരെ ബോറായി എന്ന് ഓർമ്മിക്കും. നമുക്ക് ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ വിഷയം മാതൃകയാണ്. മാതൃകയെക്കുറിച്ച് നമ്മുടെ പ്രസിഡന്റ് തുടക്കത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ ചിട്ടയോടെ, അച്ചടക്കത്തോടെ, സൂക്ഷ്മതയോടെ പരിശീലിക്കുകയും പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് അത് മാതൃകയാകുന്നത്. നമുക്കിവിടെ ടോസ്റ്റ് മാസ്റ്റർ എങ്ങനെയാണ് നമുക്ക് മാതൃകയാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമ്മൾ ഈ ടോസ്റ്റ് മാസ്റ്ററിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്പീക്കിംഗ്, ആൾക്കാരുടെ മുന്നിൽ വെച്ച് നന്നായി പ്രസംഗിക്കാനുള്ള കഴിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് പ്രസംഗം കളരി എന്നാണല്ലോ ടോസ്റ്റ് മാസ്റ്ററെ കുറിച്ച് പറയുക. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, നമുക്കറിയാവുന്ന പ്രാസംഗികർ അതിൽ എത്ര പേര് ടോസ്റ്റ് മാസ്റ്ററുണ്ടാവും? എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ശതമാനം ഉണ്ടാവും. അല്ലാതെ ഉള്ള ആൾക്കാരാണ് ധാരാളമായി കാണാൻ പറ്റുക. നല്ല പ്രാസംഗികർ അവരാരും ഒരു ചെറിയ ശതമാനം ചിലപ്പോൾ ടോസ്റ്റ് മാസ്റ്റർ ആയിരിക്കും. ബാക്കിയെല്ലാം അതെന്താണ് ടോസ്റ്റ് മാസ്റ്റർ അല്ലാത്ത ആൾക്കാരാണ്. പിന്നെ എന്തുകൊണ്ടാണ് ടോസ്റ്റ് മാസ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ടോസ്റ്റ് മാസ്റ്റർ നമ്മൾ മാതൃകയായി എടുക്കുന്നത്? എന്താണ് നമുക്ക് ടോസ്റ്റ് മാസ്റ്റർ അധികമായി? നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, 4 മുതൽ 7 മിനിറ്റ് കൊണ്ട് ഒരു മനോഹരമായ പ്രസംഗം തയ്യാറാക്കി അതിൽ എല്ലാ രസങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായി പറയുകയല്ല അവതരിപ്പിക്കാൻ പറ്റണമെങ്കിൽ അതൊരു ടോസ്റ്റ് മാസ്റ്റർ കൊണ്ട് എടുക്കും. സാധാരണ നമ്മൾ ചോദിക്കും, അതെന്തുകൊണ്ടാണ് ടോസ്റ്റ് മാസ്റ്റർ കൊണ്ട് മാത്രം പറ്റുന്നത്? ടോസ്റ്റ് മാസ്റ്റർ ഏത് പ്രസംഗം ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും, വളരെ ടൈം പരിമിതമായിരിക്കും. അതിൽ മനോഹരമായൊരു തുടക്കമുണ്ടാവും, നല്ലൊരു കണ്ടന്റ് ഉണ്ടാവും, നല്ലൊരു കൺക്ലൂഷൻ ഉണ്ടാവും. അത് കേട്ടാൽ നമുക്ക് വർഷങ്ങളോളം നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. ഇത്രയും മനോഹരമായി ചെയ്യുന്നത് ടോസ്റ്റ് മാസ്റ്ററിലല്ലാതെ വെളിയിൽ ചെയ്യുന്നത് വളരെ അപൂർവങ്ങളുടെ അപൂർവം. ടോസ്റ്റ് മാസ്റ്ററിന്റെ വസ്ത്രധാരണം, അവരുടെ സംസാര ശൈലി, നേതൃത്വ പാഠം, അച്ചടക്കം, പിന്നെ നിരൂപണത്തിനുള്ള അവരുടെ കഴിവ്, ഒരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ്, വളരെ ചെറിയ സമയം കൊണ്ട് ഒരു പ്രസംഗം ചിട്ടപ്പെടുത്തി ചെയ്യാനുള്ള ഒരു കഴിവ്, എത്ര സംസാരിച്ചാലും ആരെയും മുഷിപ്പിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ സംസാരിക്കുന്ന ഒരു കഴിവ്. അങ്ങനെ ധാരാളം കഴിവുകളാണ് ഒരു ടോസ്റ്റ് മാസ്റ്റർ ആകുമ്പോൾ ടോസ്റ്റ് മാസ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടും. വെറും പ്രസംഗ പാഠവും മാത്രമല്ല എന്ന് സാധിക്കും. പക്ഷേ നമ്മളൊരു മെമ്പർഷിപ്പ് എടുത്ത് ഒരു മീറ്റിങ്ങിൽ വല്ലപ്പോഴോ ഒന്ന് അറ്റൻഡ് ചെയ്താൽ കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇതിൽ ഒരു ടോസ്റ്റ് മാസ്റ്റർ ഈ ഒരു യൂണിവേഴ്സിറ്റി ആണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുക എന്ന ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും ഈ ടോസ്റ്റ് മാസ്റ്ററിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളുടെ അളവ് അല്ലെങ്കിൽ അത്രത്തോളം പൂർണ്ണമായി അതിൻ്റെ ആക്യുറസി നമുക്ക് ഇല്ലാതെ പോകും എന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊരു മാതൃകയായി വെക്കേണ്ടത്. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ്, നമുക്ക് ഇന്നത്തെ ദിവസത്തെ മീറ്റിംഗ് നമുക്ക് ആ ഒരു മാതൃകയിലേക്കുള്ള തുടക്കമായി നമുക്ക്
എല്ലാ ഓരോ മീറ്റിങ്ങുകളും പാത്വേയിൽ അധിഷ്ഠിതമായിരിക്കണം. നന്നായി അത് ഫോളോ ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. അതിലേക്ക് ഉറച്ചു തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് പുരോഗമനം ഉണ്ടാകുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ കർത്തവ്യത്തിലേക്ക് കിടക്കുക. ഇന്ന് ആദ്യമായി ഉള്ള ഫസ്റ്റിലെ കർത്തവ്യം നമുക്ക് പുതിയ വാക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് വാക്ക് പരിചയപ്പെടുന്നത് നമ്മുടെ രസകരമായി പ്രസംഗം നടത്തിയ ടോസ്റ്റ് മാസ്റ്റർ വിജയമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം എനിക്ക് ഇന്ന് പറഞ്ഞു. ഒരു ട്രെയിനിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു കൊച്ചിനെ മറന്നു വരെ ഒരു കഥ. എപ്പോഴും അദ്ദേഹത്തിന് പേര് ഓർമ്മ വരുമ്പോൾ വരുന്നതാണ്. അദ്ദേഹത്തിനെ ഇന്നത്തെ പുതിയ വാക്ക് അവതരിപ്പിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുക. പ്രിയപ്പെട്ട ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വാക്ക് വിദ്യാപദം. വിദ്യാപദം എന്ന് മലയാളത്തിൽ വിദ്യ പ്ലസ് പദം എന്ന 2 പദങ്ങളിലൂടെ രൂപപ്പെട്ടതാണ്. ഇതിൻ്റെ അർത്ഥം വിദ്യകൾ അഭ്യസിക്കാൻ പോകുന്ന വഴി അഥവാ വിദ്യാഭ്യാസത്തിൻ്റെ മാർഗം, വിദ്യാഭ്യാസ യാത്ര എന്നൊക്കെയാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതി: വിദ്യാർത്ഥികൾ വിദ്യാപഥത്തിൽ ശ്രദ്ധയോടെ മുന്നേറണം. ഓരോ കുട്ടിയുടെയും വിദ്യാമാർഗം വ്യത്യസ്തമാകാം. അറിവ് ഒരിക്കലും നഷ്ടമാകില്ല. നീ കണ്ടെത്തേണ്ടത് ഒരു ഉദ്ദേശത്തോടെയുള്ള വിദ്യാപഥമാണ്. വിദ്യാപഥം നിങ്ങളുടെ പ്രസംഗത്തിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും ഈ വാക്കുപയോഗിക്കൂ. പഠന വിധേയമാക്കൂ. നമസ്കാരം.